ഹലോ, വെൽക്കം ബാക്ക് ടു റമദാൻ സീരീസ്. റമദാൻ ഡേ 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റമദാൻ സ്പെഷ്യൽ നല്ലൊരു ഫിഷ് മജ്ബൂസാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിന് 1 ടേബിൾ സ്പൂൺ അറബിക് മസാല എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നമുക്ക് മസാല ഒന്ന് മിക്സ് ആക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാലയ്ക്ക് നന്നായി നമ്മുടെ മീനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മജ്ബൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയുള്ള വലിയ മീൻ വേണം എടുക്കാൻ. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മീൻ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി മജ്ബൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. ഇതുപോലെ നല്ല നീളമുള്ള അരി എടുക്കണം. ഞാനിവിടെ 3.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത മീനൊക്കെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും നന്നായി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് മീനൊക്കെ ആയിട്ടുണ്ട്. ഇനി അത് ഓയിലിൽ നിന്ന് കോരി മാറ്റി ഞാൻ അടുത്ത ട്രിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സെറ്റും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മജ്ബൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ അടികട്ടിയുള്ള ഒരു പാൻ എടുത്ത് അതിലേക്ക് കൊത്തിയരിഞ്ഞ സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിക്കാതെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊരു കാരമലൈസ് ചെയ്ത കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് സവാളയുടെ കളറൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ ഒന്ന് വാടി വന്ന ശേഷം ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 1.5 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം എല്ലാം കൂടെ. ഇപ്പോൾ എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അറബിക് മസാല ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഉണക്കനാരങ്ങ ഒന്ന് മിക്സിയിൽ പൊടിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ഇതൊക്കെ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3.5 കപ്പ് അരിക്ക് ഞാനിവിടെ 7 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അതിൽ പകുതി ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ഉണക്കനാരങ്ങയും പിന്നെ കുറച്ച് അറബിക് മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. നമ്മുടെ മീനിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങാനാണ്. ഓവർ ടൈം കുക്ക് ചെയ്യരുത്. അപ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് മീനൊക്കെ അതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കഴുകി സോക്ക് ചെയ്തിട്ട് ഊറ്റി വെച്ച അരിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ ചോറൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം ടൈം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മസാലയൊക്കെ അടിയിൽ നിന്ന് നന്നായി മിക്സായി വരുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനൊക്കെ നമുക്കിതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം കൂടെ ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മുടെ ഫിഷ് മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടാണ് കായ്പോള. അപ്പോൾ നമുക്ക് കായ്പോള ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കാഷ്യൂസൊക്കെ ഒന്നിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്യൂസ് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം റൈസിൻസും കൂടെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കോരി മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് ഞാനിവിടെ ഏകദേശം 6-7 പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതിയെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അല്പം
കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പഴത്തിൻ്റെ നിരക്കൊന്ന് മാറി നന്നായി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 10 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് റവയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അടുത്തതായി ഒരു പാത്രം എടുത്ത് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യും കിസ്മിസും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പോള സെറ്റ് ചെയ്യാനുള്ള പാത്രം കുറച്ച് നെയ്യ് ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത ശേഷം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള പോളയുടെ മിക്സ് പകുതി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 2 പോളയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പകുതി ഒഴിച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം. ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും കിസ്മിസും ഒന്ന് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കായോ എന്ന് അറിയാൻ വേണ്ടി ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ കത്തിയിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് മരച്ചിട്ടിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് കുക്കാക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 പോളയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് ഡ്രിങ്ക്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ലൈമും ഓറഞ്ചും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ്. ഒപ്പം തന്നെ നല്ല ടെൻഡർ കോക്കനട്ട് മിൽക്ക് ഷേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഹോം മെയ്ഡ് സമൂസ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.